Kerala, which sends thousands of workers to the Gulf. People worried if it will now lead to job losses. Tonight's ground report from Shibi. The West Asia war has sparked concerns in Kerala, from where thousands have gone to Gulf nations for jobs. In Mattanur, this family is praying for an end to the conflict. Ashwini, who is pregnant, had gone to Bahrain to stay with her husband Janish for 3 months. The sudden outbreak of war means her return has been delayed. ഡിസംബറിൽ പോയതാണ്. പിന്നെ 3 മാസത്തേക്കായിട്ട് മാർച്ചിൽ വരാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ നിരവധി യുദ്ധ സാഹചര്യങ്ങളായതുകൊണ്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. സൗദിയിലെല്ലാം പോയിട്ട് അങ്ങനെ വരാൻ പിന്നെ ഭയങ്കര എമൗണ്ട് കാര്യങ്ങളാണെന്ന് പറയുന്നത് വരണമെങ്കിൽ തന്നെ. A few kilometers away in Kannur, Farida says her husband was planning to come home after 2 years, but he is now stuck. Farida and her daughter Aisha were to visit Dubai after the Eid holidays. That too now looks unlikely. ഇപ്പം പോയിട്ട് 2 വർഷമായി. ഞാൻ അതിനിടയിൽ ഒരു പ്രാവശ്യം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 വർഷമായിട്ട് അങ്ങനെ ഇതിനൊന്നും വരാതിരുന്നിട്ടില്ല. അപ്പോൾ ഇപ്പം വരാതിരിക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട്. കുട്ടിയേക്കാണ് ഭയങ്കര ടെൻഷൻ. കുട്ടികളെ 2 വർഷമായി കാണാത്തത്. അപ്പോഴെന്തായാലും ആർക്കും വരാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഉള്ളത്. കാരണം എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല, ആർക്കും ഇന്ത്യക്കാർക്കും പുറത്തുള്ളവർക്കും ആർക്കും വരാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. The war, if it doesn't end soon, could be trouble for Kerala, which banks heavily on NRI remittances. GCCയുടെ ഒരു സുരക്ഷിതമായ ഇടം എന്ന നിലയ്ക്കുള്ള ഒരു അവസ്ഥ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭാവിയിലുണ്ടാകാൻ അവിടെ മൾട്ടിനാഷണൽ കമ്പനികൾ പിന്മാറുകയോ അല്ലെങ്കിൽ തൊഴിലിന് വലിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കും. പ്രവാസികളെ മാത്രമല്ല, പ്രവാസികളല്ലാതെ കേരളീയ പൊതുസമൂഹത്തെ പോലും ബാധിക്കുന്ന വിധത്തിലാണ് വരിക. കേരള ഈസ് ഗോയിങ് ത്രൂ എ സിവിയർ ഇക്കണോമിക് ക്രൈസിസ്. ഈ ഹൈ ഇൻഫ്ലേഷൻ റേറ്റ് റിപ്പോർട്ടഡ് ഇൻ കേരള കേസ്, ഈസ് ദർ എനി സ്ലൈറ്റ് റിഡക്ഷൻ ഓർ ഈസ് എനി സ്ലൈറ്റ് ഇമ്പാക്ട്, it will reflect on Kerala economy in general. From families to society, from education to health, every sector in Kerala will face an impact of a prolonged crisis in West Asia. Meanwhile, the economic resilience of the state will also be tested by its ability to manage a deep-seated remittance economy against all odds regarding the economic and geopolitical shifts that's taking place. With video journalist Tinku Rajshekhar, Shubhimol KG for India Today from Kasaragod.